ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. റാഫി കരീമുണ്ട് വിശദാംശങ്ങളുമായി. റാഫി, തൃശ്ശൂരിലും മഴയുണ്ട്. മിന്നൽ ചുഴലിയുടെ വാർത്തയാണ് കുറച്ചു മുൻപൊക്കെ വന്നത്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? മരങ്ങൾ കടപുഴകി വീണു, അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പീച്ചി ഡാം ഷട്ടറുകൾ ഉയർത്തുന്നു, തുറക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, തൃശ്ശൂരിൽ ശക്തമായ മഴ തുടരുകയാണ്. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത്. തൃശ്ശൂർ ഇരിങ്ങാലക്കുട പടിയൂരിലാണ് രാവിലെ മിന്നൽ ചുഴലി ഉണ്ടായത്. ഇതിൽ ശക്തമായ കാറ്റിൽ 2 വീടുകൾക്കാണ് തകരാർ സംഭവിച്ചിരിക്കുന്നത്. ഒരു വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വീട്ടിലേക്ക് മരം കടപുഴകി വീഴുകയാണ് ഉണ്ടായത്. ഇതിൽ വ്യാപകമായ നാശം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 15ഓളം മരങ്ങൾ ഈ പ്രദേശത്ത് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധവും തകരാറിലായിട്ടുണ്ട്. രാവിലെ 6:30 ഈ പടിയൂർ പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശിയത്. ഒപ്പം തന്നെ തൃശ്ശൂരിൽ ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ പീച്ചി ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 10 സെൻറ്റിമീറ്റർ കൂടി നിലവിലുള്ള 4 ഷട്ടറുകളും ഉയർത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ ഷട്ടറുകൾ ഉയർത്തുക. പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാവിലെ മുതൽ തൃശ്ശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രാവിലെ ശക്തമായ കാറ്റിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും കിണറുകൾ ഇടിയുന്നൊരു സാഹചര്യവും രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ശക്തമായ മഴയിൽ മലക്കപ്പാറ, അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴും തൃശ്ശൂരിൽ ശക്തമായ മഴ തുടരുകയാണ്. നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ തൃശ്ശൂരിൻ്റെ വ്യാപകമായ നാശനഷ്ടമാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്.